നമസ്കാരം GTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം വർണ്ണാഭമായി. നാടെങ്ങുമുള്ള ശോഭായാത്രകളിൽ ആയിരങ്ങൾ അണിനിരന്നു. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ നിന്നും കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നത് തുടരുന്നു. ഞായപ്പിള്ളിയിൽ കൃഷി നശിപ്പിച്ചു. നാട്ടുകാരെ കാട്ടാനകളിൽ നിന്നും സംരക്ഷിക്കുമെന്ന പ്രഖ്യാപനം പാഴ്വാക്കായി. വാർത്തകൾ വിശദമായി. ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി നാടെങ്ങും ശോഭായാത്രകൾ നടന്നു. കൃഷ്ണനും രാധയും ഗോപികമാരും നിറഞ്ഞുനിന്ന അമ്പാടികളാണ് നാടെങ്ങും സൃഷ്ടിക്കപ്പെട്ടത്. താലൂക്കിൽ 15 കേന്ദ്രങ്ങളിൽ ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ശോഭായാത്രകൾ സംഘടിപ്പിച്ചിരുന്നു. തൃക്കാരിയൂരിൽ സംഘടിപ്പിച്ച മഹാശോഭായാത്രയിൽ 100 കണക്കിന് കുട്ടികളും നാട്ടുകാരും പങ്കെടുത്തു. തുളുശ്ശേരി കവല, ചിറലാട് ആവലുംപറമ്പ് ക്ഷേത്രം, ആയിക്കാട് മഹാദേവ ക്ഷേത്രം, അയിരൂർപാടം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നും ശോഭായാത്രകൾ ആരംഭിച്ചു. ഈ ശോഭായാത്രകൾ തൃക്കാരിയൂർ ക്ഷേത്ര സന്നിധിയിൽ സംഗമിച്ച് മഹാശോഭായാത്രയായി മാറി. വിവിധ സ്ഥലങ്ങളിലൂടെ ചുറ്റിയ ശോഭായാത്ര തൃക്കാരിയൂർ ക്ഷേത്രത്തിൽ സമാപിച്ചു. നേര്യമംഗലത്തും വർണ്ണശബളമായ മഹാശോഭായാത്രയാണ് ഒരുക്കിയിരുന്നത്. ഭക്തജനങ്ങളുടെയും വിവിധ ഹൈന്ദവ സംഘടനകളുടെയും ക്ഷേത്രങ്ങളുടെയും ബാലഗോകുലങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ശോഭായാത്ര നടന്നത്. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഉപശോഭായാത്രകൾ നേര്യമംഗലം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് മഹാശോഭയാത്രയായി നേര്യമംഗലം ടൗണിൽ പ്രവേശിച്ചു. വാരിക്കാട്ട് മഹാവിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലാണ് ശോഭായാത്ര സമാപിച്ചത്. ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ മാവുടി, അയ്യങ്കാവ്, പിടവൂർ, ഇഞ്ചൂർ, ഭൂതത്താൻകെട്ട്, വടാട്ടുപാറ, പൂവത്തൂർ, മുണ്ടയ്ക്കാപ്പടി, പ്ലാമുടി, പിണ്ടിമന, ഉപ്പുകണ്ടം, തങ്കളം, കറുകടം എന്നിവിടങ്ങളിലും ശോഭായാത്രകൾ ഒരുക്കിയിരുന്നു. വാദ്യമേളങ്ങളും കൃഷ്ണരാധ ഗോപിക വേഷധാരികളും ശോഭയാത്രകൾക്ക് കൊഴുപ്പേകി. കുട്ടികൾക്കൊപ്പം മുതിർന്നവരും പങ്കെടുത്തു. പിടവൂർ ശ്രീ അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ശോഭായാത്ര കോഴിപ്പള്ളി തിരുമടക്ക് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സമാപിച്ചു. പല്ലാരിമംഗലം ശിവക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ശോഭായാത്ര മാവുടി, അടിവാട് എന്നിവിടങ്ങളിലൂടെ ചുറ്റി ക്ഷേത്രത്തിൽ മടങ്ങിയെത്തി.
കുട്ടമ്പുഴ ഞായപ്പിള്ളിയിൽ കാട്ടാനശല്യത്തിൽ കൃഷി നശിച്ചു. കർഷകരെ കാട്ടാനശല്യത്തിൽ നിന്നും രക്ഷപ്പെടുത്തണമെന്ന ആവശ്യം ഇതുവരെ നടപ്പായിട്ടില്ല. പരിഹാരം ഉറപ്പു നൽകിയ അധികൃതരും നടപടികൾ സ്വീകരിച്ചില്ല. കുട്ടമ്പുഴ ഞായപ്പിള്ളിയിൽ കഴിഞ്ഞ രാത്രിയാണ് പക്ഷിസങ്കേത വനത്തിൽ നിന്നും ആനകൾ നാട്ടുകാരുടെ കൃഷിഭൂമിയിൽ ഇറങ്ങിയത്. മഞ്ഞള്ളൂർക്കാരൻ വർക്കിച്ചൻ, നെല്ലിക്കുന്നേൽ ജോസ് എന്നിവരുടെ കൃഷിയാണ് കൂടുതലായും നശിക്കപ്പെട്ടത്. കമുക്, കൊക്കോ, കാപ്പി, വാഴ, തെങ്ങ് എന്നീ കൃഷികളാണ് നശിച്ചത്. കൂടാതെ കയ്യാലയും മുള്ളുകമ്പിവേലിയും തകർത്തിട്ടുണ്ട്. അഖില കേരള ICSE ISC ഇന്റർ സ്കൂൾ അസോസിയേഷൻ സംഘടിപ്പിച്ച വോളിബോൾ ടൂർണമെന്റ് കോതമംഗലത്ത് നടന്നു. വിവിധ സ്കൂൾ ടീമുകൾ പങ്കെടുത്തു. ജൂനിയർ സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കായംകുളം ബിഷപ്പ് മൂർ വിദ്യാപീഠ ജേതാക്കളായി. ജൂനിയർ വിഭാഗം പെൺകുട്ടികളിൽ ആതിഥേയരായിരുന്ന MA ഇന്റർനാഷണൽ സ്കൂൾ വിജയിച്ചു. സമാപന സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ സ്റ്റാൻലി ജോർജ് സമ്മാനദാനം നിർവഹിച്ചു. കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും UDF-ലെ ഒരു വിഭാഗം മെമ്പർമാരും കോതമംഗലം വാട്ടർ അതോറിറ്റി ഓഫീസിൽ നടത്തിയ സമരം സ്വന്തം കഴിവുകേട് മറച്ചുവെച്ച് ജനങ്ങളുടെ പ്രതിഷേധങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള തന്ത്രമായിരുന്നുവെന്ന് CPM ലോക്കൽ കമ്മിറ്റി കുറ്റപ്പെടുത്തി. ഭരണം ആരംഭിച്ചതു മുതൽ നൽകിയ വാഗ്ദാനങ്ങളും ഉറപ്പുകളും ഇതുവരെ ലംഘിക്കുകയായിരുന്നു. UDF നടത്തിയ സമരത്തിൽ നിന്ന് വൈസ് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വിട്ടുനിന്നത് UDF-ന് ഒന്നിച്ചു നിൽക്കാൻ കഴിയാത്തതിന്റെ തെളിവാണ്. കുടിവെള്ള വിതരണം കാര്യക്ഷമമാക്കിയില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലും MLA-യുടെ ഓഫീസിന് മുമ്പിലും ശക്തമായ ജനകീയ സമരം സംഘടിപ്പിക്കുമെന്ന് ലോക്കൽ സെക്രട്ടറി PM അഷ്റഫ് മുന്നറിയിപ്പ് നൽകി. നെല്ലിയാമ്പതിയിലെ കൃഷിഭൂമി തർക്കം പരിഹരിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കണമെന്ന് ഇൻഫാം ആവശ്യപ്പെട്ടു. കർഷകർ ദശകങ്ങളായി കൃഷി ചെയ്തിരുന്ന ഭൂമി സർക്കാർ ഏറ്റെടുത്ത് വനമാക്കുന്നതിനുള്ള നീക്കം കർഷക ദ്രോഹമാണ്. കർഷകരെ പെരുവഴിയിലാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും മേലിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കർഷകർക്ക് പട്ടയം നൽകണമെന്നും ഇൻഫാം ആവശ്യപ്പെട്ടു. യോഗത്തിൽ മേഖലാ പ്രസിഡന്റ് KV വർക്കി അധ്യക്ഷത വഹിച്ചു. മരിയൻ തീർത്ഥാടന കേന്ദ്രമായ കുട്ടമ്പുഴ സെന്റ് മേരീസ് പള്ളിയിൽ 8 നോമ്പാചരണവും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പിറവി തിരുനാൾ ആഘോഷവും സമാപിച്ചു. ഫാദർ കുര്യൻ പുത്തൻപുരയ്ക്കൽ തിരുനാൾ കുർബാന അർപ്പിച്ചു. റവറൽ ഡോക്ടർ സ്റ്റാൻലി പുൽപ്രയിൽ പ്രസംഗിച്ചു. തുടർന്ന് കുട്ടമ്പുഴ കപ്പേളയിലേക്ക് നടത്തിയ പ്രദക്ഷിണത്തിൽ നിരവധി ഭക്തർ പങ്കുകൊണ്ടു. പ്രദക്ഷിണത്തിന് ശേഷം നേർച്ച സദ്യയും ഉണ്ടായിരുന്നു. വികാരി ഫാദർ ജോൺ പിച്ചാപ്പിള്ളിൽ, കൈക്കാരന്മാരായ ജോർജ് മേക്കൽ, ജോസ് കാവിച്ചേരിയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. തലക്കോട് വിശുദ്ധ മർത്തമറിയം യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാൾ ആഘോഷിച്ചു. മാത്യൂസ് മാർ അന്തിമോസ് മെത്രാപ്പൊലിത്ത വിശുദ്ധ കുർബാന അർപ്പിച്ചു. അള്ളങ്കൽ കുരിശിങ്കലിലേക്കുള്ള പ്രദക്ഷിണത്തിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. നേർച്ച സദ്യയും ഉണ്ടായിരുന്നു. വികാരി ഫാദർ വർഗീസ് മൈക്കുളങ്ങര, ട്രസ്റ്റിമാരായ KT ജോൺ, സജി വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. മാലിപ്പാറ സെന്റ് മേരീസ് പള്ളിയിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജനന പെരുന്നാൾ ആഘോഷം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ പൂർത്തിയായി. സമാപന ദിവസം ഫാദർ ജോസ് കിഴക്കേൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഫാദർ പോൾ നെടുമ്പുറത്ത് പ്രസംഗിച്ചു. തുടർന്ന് പ്രദക്ഷിണവും നേർച്ച സദ്യയും ഉണ്ടായിരുന്നു. വികാരി ഫാദർ ജോസ് വേങ്ങൂരാൻ, കൈക്കാരന്മാരായ ജോസ് മാത്യു, തൊമ്മൻ തോമസ്, തോമസ് മത്തായി എന്നിവർ നേതൃത്വം നൽകി.
തോളേലി സീനായ്ഗിരി സെന്റ് മേരീസ് പള്ളിയിൽ ദൈവമാതാവിന്റെ ജനന പെരുന്നാൾ ആഘോഷിച്ചു. വിശുദ്ധ കുർബാന, പ്രസംഗം, പ്രദക്ഷിണം, നേർച്ച സദ്യ എന്നിവയും ഉണ്ടായിരുന്നു. വികാരി ഫാദർ മത്തായി കുഞ്ഞ് കല്ലുകൾ നേതൃത്വം നൽകി. കോതമംഗലം സബ്സ്റ്റേഷൻ പടി കൊച്ചുവേളാങ്കണ്ണി പള്ളിയിൽ മാതാവിന്റെ പിറവി തിരുനാൾ ആഘോഷിച്ചു. സമാപന ദിവസം ഫാദർ ഫ്രാൻസിസ് നെടുമ്പറമ്പിൽ ആഘോഷമായ പാട്ടുകുർബാന അർപ്പിക്കുകയും സന്ദേശം നൽകുകയും ചെയ്തു. കുരിശിൽ മരിച്ചവനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നവരാണ്, അവനിൽ വിശ്വസിക്കുന്നവരാണ് ക്രിസ്ത്യാനി എന്ന് നമ്മൾ പറയും. യഹൂദർക്കിടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിതനെയാണ് ഞാൻ പ്രഘോഷിക്കുന്നത് എന്ന് പൗലോസ്. ആ ക്രൂശിതനിൽ വിശ്വസിക്കുന്നവനാണ് ക്രിസ്ത്യാനി. പ്രദക്ഷിണം, ഊട്ടുനേർച്ച എന്നിവയും ഉണ്ടായിരുന്നു. വികാരി ഫാദർ പീറ്റർ മാതിരപ്പള്ളി, ഫാദർ റോജി പുള്ളലിക്കൽ, സേവ്യർ കാളിപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. നങ്ങേലിൽ ആയുർവേദ മെഡിക്കൽ കോളേജിൽ ബിരുദദാന ചടങ്ങ് നടന്നു. നങ്ങേലിൽ മെഡിക്കൽ കോളേജിൽ ബിരുദദാന ചടങ്ങിന്റെ ഉദ്ഘാടനം കേരള ആരോഗ്യ സർവകലാശാല പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ സി രാധാകൃഷ്ണൻ നിർവഹിച്ചു. ആയുർവേദത്തിന്റെ അന്തസത്തയെ കാത്തുസൂക്ഷിക്കാൻ വൈദ്യസമൂഹത്തിന് കഴിയണമെന്ന് ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞു. ആയുർവേദ എന്ന ഈ മഹാസമുദ്രം എത്ര പുരുഷായസ് മറിച്ചു നോക്കിയാലും തീരാത്തതായ ഒരു മഹാസമുദ്രമാണ്. അതിൻ്റെ ഒരു അറ്റത്ത് മാത്രമേ നമ്മളെല്ലാം ചെന്നിട്ടുള്ളൂ. ഒരു പുരുഷായസ് ഒന്നും ഒരു 10 പുരുഷായസ് എടുത്താൽ പോലും ഒരു ഗ്രന്ഥം തന്നെ മറിച്ചു നോക്കണമെങ്കിൽ ഒരു പുരുഷായസ് വേണം. നമുക്കറിയാം നിങ്ങൾ എന്തുമാത്രം പഠിച്ചിട്ടുണ്ട്. എനിക്കതിൽ പറയുവാനുള്ളത്, നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ആദ്യമേ ഈ പഠിച്ചത് എന്താണോ അത് പ്രയോഗപഥത്തിൽ കൊണ്ടുവരാൻ നോക്കണം, പ്രാവർത്തികമാക്കണം. കോതമംഗലം സബ്സ്റ്റേഷൻ കവലയിൽ മരം നടു, ആഗോളതാപനത്തെ തടയൂ എന്ന സന്ദേശവുമായി മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. മുനിസിപ്പൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പ്രമീള സണ്ണിയാണ് മരങ്ങൾ നട്ടത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.